പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. അത്ര പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ച് മാസം 26-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അനുഗ്രഹത്തിൻ്റെ ഉറവകൾ നിങ്ങൾ കാണും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഇതാ ഇസ്രായേൽ മക്കൾ ഏലീമിലേക്ക് എത്തുകയാണ്. ഏലീമിൽ എത്തുന്നതിൻ്റെ പശ്ചാത്തലം നാം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ചെങ്കടൽ തുറന്ന് ഇസ്രായേൽ മക്കൾ ഇതാ 3 ദിവസം വെള്ളം കിട്ടാതെ ശൂർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. 3-ാമത്തെ ദിവസം അവർ എത്തിച്ചേരുന്നത് മാറയിലാണ്. മാറയിൽ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിയത്തില്ലായിരുന്നു, അത്ര കയ്പായിരുന്നു. എന്നാൽ മോശ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ആ പ്രാർത്ഥനയിൽ ഇതാ മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം വെട്ടി അവനിതാ വെള്ളത്തിലേക്ക് ഇട്ടതോടെ കയ്പ് മാറി, മാറ മധുരമായി തീർന്നു. ഇസ്രായേൽ മക്കൾ വേണ്ടതുപോലെ ദാഹം തീർത്തു. ഇതാ അവർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അവർ പുറപ്പെട്ട് എത്തുന്ന സ്ഥലമാണ് ഏലീം. ഏലീമിൽ എത്തുമ്പോൾ ഇതാ അവർക്ക് 12 നീരുറവകൾ തുറന്നിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്നലകളുടെ കയ്പുകൾ മാറ്റുവാൻ, ഇന്നലകളുടെ ജീവിതത്തിലെ വേദനകളെ മാറ്റുവാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഏലീം തുറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ ദൈവം തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. നിങ്ങളെ കർത്താവ് ഈ മാസം അസാധാരണമായ നിലയിൽ നടത്താൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹാഗാറിൻ്റെ ജീവിതം നോക്കണം. ഇതാ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ട് ഇശ്മായേലിനെ തൻ്റെ തോളിൽ വെച്ച് ഹാഗാറിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ്. ഇതാ അവൾ ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലിരുന്ന വെള്ളം ഇതാ തീരുകയാണ്. അവൾ വിളിച്ചു പറയുന്നു, എനിക്കിനി ബാലൻ്റെ മരണം കാണാൻ വയ്യ. അവൾ ഒരു അമ്പിൻപാട് ദൂരത്ത് മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ ആകാശത്തുനിന്ന് ദൂതൻ വെളിപ്പെട്ടുകൊണ്ട് ഹാഗാറിനോട് പറയാണ്, ഹാഗാറെ, നിനക്കെന്ത്? ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറക്കുകയാണ്. ആ ബർഷേബ മരുഭൂമിയിൽ മനുഷ്യൻ തുറക്കാത്ത ഒരു ഉറവ ദൈവം തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ദൈവം തുറക്കുന്ന ഉറവകൾ നിലനിൽക്കുന്നതാ. ഈ മാസം ദൈവം തുറക്കുന്ന ചില ഉറവകൾ നിങ്ങളുടെ ദാഹത്തെ തീർക്കും, നിങ്ങളുടെ തലമുറകളുടെ ദാഹത്തെ തീർക്കും. അസാധാരണമായ ദൈവപ്രവർത്തികൾ കാണും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇതാ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വരുന്നത് യാക്കോബിൻ്റെ ഉറവയുടെ അടുക്കലാണ്. യാക്കോബിൻ്റെ ഉറവ
നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉറവ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഈ മാസം തുറക്കുന്ന ഉറവയുടെ പ്രത്യേകത അത് ഒരു മാസം കൊണ്ട് അടഞ്ഞു പോകുന്നതല്ല. മാസങ്ങൾ, വർഷങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങളുടെ തലമുറ വരെയും കുടിക്കാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവകൾ ഇതാ ദൈവം തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ലോകം തീരുമെന്ന് പറഞ്ഞെടുത്തുന്ന ഹാഗാറിന് വേണ്ടിയും ഇശ്മായിലിന് വേണ്ടി ബെർഷേബ മരുഭൂമിയിൽ ദൈവം ഒരു ഉറവ തുറന്നു. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളോട് വിരോധമായി ശത്രു നിങ്ങളുടെ ഉറവകളെ, നിങ്ങളുടെ നന്മകളെ മണ്ണിട്ട് മൂടിയെങ്കിൽ ഇതാ ഇസഹാക്കിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവയെ തുറക്കുകയാണ്. ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്ത് അപ്പൻ്റെ കാലത്തുള്ള കിണറുകൾ അവൻ വീണ്ടും കുഴിച്ചപ്പോൾ ശത്രു വന്ന് അതെല്ലാം മണ്ണിട്ട് മൂടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിൻ്റെ 19 വാക്യം. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു, നീരുറവയുള്ള ഒരു കിണർ കണ്ടു. 20 വാക്യം. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിടുന്നത് കൊണ്ട് അവർ ആ കിണറ്റിന് ഏശേക്ക് എന്ന് പേര് വിളിച്ചു. ഇതാ ഇസഹാക്കിൻ്റെ ദാസന്മാർ കുഴിച്ച് നീരുറവ കാണുമ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ വന്ന് അവരുമായി ശണ്ടയിട്ട് അവർ ആ നീരുറവയെ അവകാശം പറയുകയാണ്. ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരു ദൂത് കൂടെ കൈമാറുകയാണ്. ഇനി ശത്രുവിൻ്റെ സമയമല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ശത്രു വരാത്ത ചില ഉറവകളെ തുറക്കാൻ പോവുകയാണ്. ശത്രുവിന് അടയ്ക്കാൻ പറ്റാത്ത ചില ഉറവകൾ തുറക്കാൻ പോവുകയാണ്. ഗെരാർ ദേശത്തിലുള്ള ഇടയന്മാർ വന്ന് അവരുമായി ശണ്ടയിട്ട് അവരുടെ നന്മകളെ അവകാശം പറഞ്ഞുവെങ്കിൽ ഇതാ ഇസഹാക്ക് അവിടെ ഒതുങ്ങുന്നവനല്ല, വീണ്ടും കുഴിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മാസം ഒരത്ഭുതത്തിൻ്റെ ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രഹബോത്തുകൾ എന്ന് പറഞ്ഞാൽ വർധനവിൻ്റെ, നന്മയുടെ ഉറവകൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 26 22 വാക്യം വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമൊരുക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഈ മാസം നിങ്ങൾക്ക് വേണ്ടി ഒരു വർധനവിൻ്റെ, നന്മയുടെ രഹബോത്തുകൾ തുറക്കാൻ പോവുകയാണ്. അസാധാരണമായ ഉറവകൾ തുറന്നു വരാൻ പോകുന്നു. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇത് അസാധാരണ ഉറവകൾ തുറക്കുന്ന, നന്മകൾ തുറക്കുന്ന മാസമായി തീരുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിലനിൽക്കുന്ന ചില ഉറവകൾ ഞങ്ങൾ കാണട്ടെ, അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. എന്നെ കാണുന്ന ഓരോ മക്കളെയും ദൈവം അത്ഭുതത്തോടെ വർധനവിലേക്ക്, നന്മയിലേക്ക്, നിലനിൽക്കുന്ന ചിലതിലേക്ക് നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതം മുതൽ ഇവരുടെ ജീവിതത്തിനകത്ത് സന്തോഷം വർദ്ധിക്കട്ടെ, വിടുതലുകൾ വർദ്ധിക്കട്ടെ, ദൈവപ്രവൃത്തി വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ ഈ പ്രഭാത സന്ദേശം, ഈ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്കറിയാവുന്ന ഒരു സുഹൃത്തിന് കൂടെ ഇത് അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്തും അത് അനുഗ്രഹമായി തീരേണ്ടതിനായി ഈ ദിവസങ്ങളിൽ ഈ മോർണിംഗ് മെസ്സേജ് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതൊരാൾക്കും കൂടെ അനുഗ്രഹമാകുന്ന രീതിയിൽ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനും കൂടെ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ, ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.